കഫാലത്തുൽ ഐതാം, യതീമുകളെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത്. ചാനലുകാരൻ കേൾക്കേണ്ടത് ഇതാണ്, പത്രക്കാരൻ കേൾക്കേണ്ടത് ഇതാണ്. കഫാലത്തുൽ ഐതാം, യതീം കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക ഭയങ്കര കൂലിയുള്ള വിഷയമാണ് ഇസ്ലാമിൽ. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ഇങ്ങനെ ഒരു സൽക്കർമ്മം ഒരു വരുമാനവും ഗവൺമെന്റിന്റേതോ ഇന്റർനാഷണൽ കമ്മിറ്റികളെന്നോ ഒന്നും കിട്ടാതെ ലോക്കലായിട്ട് ആ നാട്ടിലുള്ളവർ എടുത്തിട്ട് ഇങ്ങനെ ദാനം ചെയ്യുന്നൊരു ശീലം മുസ്ലിമീങ്ങൾക്കല്ലാതെ മറ്റാർക്കില്ല. ഇത് ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ പിരിവിന് കൊടുക്കണ പോലെ ഏതെങ്കിലും ജാതിക്കാര് കൊടുക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ നോക്കുന്ന പോലെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അള്ളാനെ വിശ്വസിക്കുന്നവരാണ്. റഹ്മാൻ റഹീം എന്ന് എപ്പോഴും നാവ് കൊണ്ട് പറയുന്നവരാ. ആ വാക്കിന്റെ ബറക്കത്ത് കൊണ്ട് ഖൽബിൽ അള്ളാഹു റഹ്മത്തിട്ട് കൊടുക്കുന്നുണ്ട്. അവരെല്ലാരും നോക്കി വളർത്തും. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൈസ കൊണ്ട് പറ്റുന്നില്ല. ആവുന്നത് ചെയ്യണം. എന്റെ പൈസ എനിക്ക്, ഇത് മുസ്ലിം ചിന്തിക്കണില്ല. നമ്മുടെ നാട്ടിൽ പല ജാതിക്കാരും ജീവിക്കുന്ന നാടല്ലേ. നമ്മൾ ചെയ്യുന്ന പോലെ ചാരിറ്റി പ്രവർത്തനം മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനത് അഹങ്കാരം കൊള്ളാൻ പറയല്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സമൂഹം ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്താനായി ഇവർ ശ്രമിക്കുന്നത്. അത് പത്രക്കാരാവട്ടെ ചാനലുകാരാവട്ടെ, ഇതൊരു സൽക്കർമ്മമാണ്. ജീവിക്കാൻ വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ കുഞ്ഞുങ്ങളെ ഏത് നാട്ടെന്നായിക്കോട്ടെ, ഇന്ത്യ മഹാഭാരതം കൊണ്ടുവന്ന് പാകിസ്ഥാന് കൊണ്ടുവന്ന് അതായിരിക്കും വലിയ ഇന്റർനാഷണൽ ട്രാഫിക്കിംഗ്. നിങ്ങൾ അപ്പൊ പറഞ്ഞോ? ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിന് ജീവിക്കാൻ വകയില്ല, കുഞ്ഞിനെ കൊണ്ടുവന്നു, ശരി, അതിന്റെ ലീഗൽ പ്രോസസിംഗ് ഒന്നും ചെയ്തില്ല, അതുണ്ടാക്കാലോ, തട്ടിക്കൊണ്ടുവന്നതല്ലോ. ഇതിന്റെ പേരിലൊക്കെ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്യുക വലിയ കുറ്റം ചെയ്ത പോലെ. കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന എന്താണ് കുറ്റം? യതീംഖാനകൾ ഏത് സംഘടന നടത്തിക്കോട്ടെ, കൂലിയുള്ള വിഷയമാണ്. ഇത് ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ. അവർക്ക് സംരക്ഷണം കൊടുക്കണം, കൂലിയുള്ള കാര്യം. അന വകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹകദാ വഅശാറ ബിസ്സബാബതി വൽ വുസ്ത വഫറജ ബൈനഹുമാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും യതീമിനെ നോക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ്. എന്റെ അരികത്ത് തൊട്ടടുത്തവന് ഇരിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നു. ഈ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ യതീംഖാനകൾ സംരക്ഷിക്കുന്നത്, അല്ലേ? ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു പോസിറ്റീവ് വശം ചിന്തിക്കാതെ നെഗറ്റീവ് വിഷയങ്ങൾ ഡൗൺ ചെയ്യുക. ആരെങ്കിലും എത്തിക്കുട്ടികളെ നോക്കുന്നുണ്ടോ അവരൊക്കെ ഇടിച്ച് തകർക്കുക. ഈ രീതിയിൽ സൽക്രമങ്ങളെ തച്ചു തകർക്കരുത്. ചാനലുകാർക്ക് പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിച്ചോട്ടെ. അവർക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും കടിച്ചു തൂങ്ങിയേക്കും അടുത്തത് കിട്ടുന്നത് വരെ. പക്ഷേ ഒരു സമൂഹം ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ മുഴുവനും, ഇത് മുഴുവനും ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്താണ് ഈ വാക്കിനർത്ഥം അവർക്കറിയോ? എന്താണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്? എവിടെ പറയേണ്ട വാക്കാണത്? എപ്പോഴാണത് പ്രയോഗിക്കുക? കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഹ്യൂമൻ, എന്താ വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിക്ഷണറി പഠിച്ചു നോക്ക്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്? എന്താണ് ഈ മനുഷ്യക്കടത്ത്? എവിടെയാണ് ഇതൊക്കെ പറയേണ്ടത്? ഇത്തരം ചാലഞ്ചസിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. ഭയങ്കര കൂലി ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം അല്ലാഹു എന്ന് പ്രതിഫലം വാങ്ങല. ഒരു നേരം ഈ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ വിഷയങ്ങളെ വളച്ചൊടിക്കുന്ന ചാനലുകാരെ ഒന്ന് ബംഗാളിൽ പോയിട്ട് നോക്കട്ടെ, ഒന്ന് യു പിയിലോ ബീഹാറിലോ പോയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് വരട്ടെ. കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കോലെങ്ങനെയാണ്, എന്താണ് അവരുടെ ജീവിത ചുറ്റുപാടുകൾ, അവർക്ക് കിട്ടിയത് നഷ്ടമോ ലാഭമോ? ഇത് നോക്കിയിട്ടല്ലേ വിധി എഴുതാവൂ. ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ട് പറഞ്ഞ് എഴുതിയിട്ടും സംസാരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും ഒരു സമൂഹത്തിന്റെ നന്മയെ ഇടിച്ചു തകർക്കുക, ഇത് ചെയ്തു പോകരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ മുന്നോട്ടാണ് മുസ്ലിമീങ്ങൾ പോകേണ്ടത്. ഇത് മനുഷ്യനോട് കരുണ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസവും ആ കുഞ്ഞിന് പഠനവും ആ കുഞ്ഞിന് താമസവും കൊടുക്കുന്ന സംവിധാനം മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ്. ഗവൺമെന്റിനോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ സംഭാവന തരൂ എന്ന്. അമേരിക്കക്കാരനോടോ മറ്റു രാജ്യക്കാരോടോ നമ്മൾ ചോദിച്ചില്ലല്ലോ നിങ്ങൾ സംഭാവന തരൂ എന്ന്. ഇല്ല, നമ്മുടെ നാട്ടുകാരായ മുസ്ലിമീങ്ങൾ, സജ്ജനങ്ങൾ അവരുടെ സമ്പത്ത് നിന്നായി എടുത്തു കൊടുക്കുന്നത്. അതിനൊക്കെ ഇങ്ങനെ പഴിചാരി സംസാരിക്കേണ്ടതുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എവിടെ പോയി നമ്മുടെ സമൂഹത്തിന്റെ ചിന്താരീതികൾ? എന്തൊക്കെയാണ് ഇതൊക്കെ? സ്വർഗത്തിലേക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഇത്തരം സംഭവങ്ങളിൽ മുഅ്മിനീങ്ങളെ പങ്കുകാരാക്കിയത്, അവർക്ക് കൂലി കിട്ടാൻ. കഫാലത്തുൽ യതീം, യതീമിനെ നോക്കുന്നത് ഏറ്റവും കൂലിയുള്ള വിഷയമാണ്. ഖൈറു ബുയൂത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും ഖൈറായത് ബൈതുൻ ഫീഹി യതീമുൻ യുഹ്സനു ഇലൈഹി,
ഒരു യതീമിനോട് നന്മ ചെയ്യപ്പെടുന്ന ഭവനം, നന്മ ചെയ്യപ്പെടുന്ന വീട്, വീടുകളായ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശർറു ബുയൂത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ ഏറ്റവും മോശപ്പെട്ടത് ബൈത്തുൻ ഫീഹി യതീമുൻ യുസാഉ ഇലൈഹി, ഒരു യതീമിനോട് മോശമായി പെരുമാറപ്പെടുന്ന വീടാണെന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കഫാലത്തുൽ യതീം സ്വർഗപ്രവേശനത്തിന് കാരണമാണ് മുഅ്മിനീങ്ങളെ. ഇതൊന്നും പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുതേ. നന്മകൾ മുന്നോട്ട് പോവുക. ഇതിനൊന്നും പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രോത്സാഹനം അല്ലാഹുവും അവന്റെ റസൂലുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വാഅത്തുൽ വാലിദൈൻ, സ്വർഗം കിട്ടാനുള്ള മറ്റൊരു കാരണം ത്വാഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളെ അനുസരിക്കുക. AC തണുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടാ? AC ഓഫ് ചെയ്യണ്ട, ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. നിങ്ങൾക്ക് തണുപ്പ് കൂടിയോ തോന്നുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. എനിക്ക് മാത്രമാണെന്ന് വിചാരിച്ചു. കുറച്ച് ഓഫ് ചെയ്യണ്ട, അപ്പോൾ സഫോക്കേഷൻ